ഹലോ ഫ്രണ്ട്സ്, 2024 എന്ന ആ ഒരു വർഷം കൂടി അങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. 2025 എന്ന് പറയുന്ന പുതിയ ഒരു വർഷത്തെ നമ്മൾ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. 2024 UK സംബന്ധിച്ചോളം നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയൊരു വർഷമായിരുന്നു. പക്ഷേ 2025 ആകുമ്പോഴേക്കും UK ഒരു സിറ്റുവേഷൻ കുറച്ച് മോശമായിട്ട് വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 2024 അവസാനമൊക്കെ ആയപ്പോഴേക്കും UK റിക്രൂട്ട്മെൻറ്റുകളൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുടെ വരവ് കുറഞ്ഞു. ഇനിയിപ്പോൾ 2025 ആകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറവായിരിക്കും. ഈ ഒരു രീതിയിലായിരിക്കും UK പോകുന്നത് എങ്കിൽ എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ മാറട്ടെ. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള നേഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റുകളായാലും അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് UK വരാനുള്ള സാഹചര്യങ്ങൾ തെളിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. UK കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് നമ്മളുടെ മലയാളം ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ UK വർക്ക് വിസയിലും ഡിപ്പെൻഡൻറ്റ് വിസയിലും ഒക്കെ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡ് ഇപ്പോഴും നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90-2000 അല്ലെങ്കിൽ 2010 കാലഘട്ടം വരെ നാട്ടിൽ ഒരു വിവാഹ കമ്പോളത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രൈവറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ബോംബെയിലോ അല്ലെങ്കിൽ ഗൾഫിലോ ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളിനെ സംബന്ധിച്ചോളം നാട്ടിൽ വന്ന് ഒരു വിവാഹം കഴിക്കാനായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. കാരണം പെട്ടെന്ന് തന്നെ കല്യാണമൊക്കെ നടന്ന് അങ്ങനെ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ അവർക്ക് പോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു 2015 ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ, അതിന് മുമ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 40-45 വയസ്സുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോഴും കല്യാണം കഴിക്കാതെ നിൽക്കുന്നത്. അതായത് അവർക്ക് വിവാഹം കഴിക്കേണ്ട ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു 27 വയസ്സ് മുതലൊക്കെ പെണ്ണ് കാണാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് പോലും അവർക്കൊരു പെൺകുട്ടിയെ ലഭിക്കത്തില്ല. കാരണം വിവാഹ കമ്പോളത്തിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പെൺകുട്ടികൾക്ക് ഹൈ ഡിമാൻഡാണ്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എങ്കിൽ ഇപ്പോഴും പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ അയൽപക്കത്തുള്ള ധാരാളം ചെറുപ്പക്കാരാണ്. ഇപ്പോൾ അവർക്ക് മിക്കവാറുള്ള എല്ലാവർക്കും തന്നെ 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊരു പെൺകുട്ടിയെ ഇതുവരെ കിട്ടിയിട്ടില്ല. അവർ സാമ്പത്തികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഫാമിലിയാണ്. എഡ്യൂക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്, സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും ഒരു പെൺകുട്ടിയെ ഇപ്പോഴേ ലഭിക്കുന്നില്ല. ഞാനത് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളായിട്ട് UK ധാരാളം ഇന്ത്യക്കാർ, മലയാളം ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇവിടെ വന്നേക്കുന്നത്. അതിൽ ധാരാളം ആൾക്കാർ വർക്ക് വിസയിലൊക്കെ വന്നിട്ട് അവരുടെ കുടുംബത്തെ കൂട്ടി ഇപ്പോൾ UK സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ UK എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന പോലൊക്കെ തന്നെ പല പല പ്രശ്നങ്ങൾ ഇപ്പോൾ പലയിടത്ത് നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യക്കാരായ അല്ലെങ്കിൽ മലയാളികളായ കുടുംബങ്ങളിൽ നിന്നുമാണ് ഇതേപോലെയുള്ള കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പോഴും പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, നമ്മളുടെ മലയാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഏതൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവർ സ്വച്ഛമായിട്ട് ഉള്ള സുഖത്തിൽ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാൻ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷനൊക്കെ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ട്രെൻഡ് മാറിയിട്ടുണ്ട്. കാരണം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്താ പറയുക, ലാവിഷായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഇതേപോലെയുള്ള പാവം പിടിച്ച അല്ലെങ്കിൽ ഇതേപോലൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പനികളൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളൊക്കെയുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർക്ക് പോലും നാട്ടിൽ നിന്ന് ഇപ്പോഴും വിവാഹം കഴിക്കാൻ സാധിക്കാതെ വരുന്നത്. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം UK ഈയിടയ്ക്ക് നടന്ന ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഇതേപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന, ചെറിയ ബിസിനസ് കൊണ്ട് നല്ല രീതിയിൽ ഏൺ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഇതേപോലൊക്കെ തന്നെ വിവാഹ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നാട്ടിൽ ഇതേപോലെയുള്ള ജോലി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വിവാഹം കഴിക്കാനായിട്ട് സാധിക്കില്ല. ഏകദേശം ഒരു 28 വയസ്സ് മുതൽ അദ്ദേഹം വിവാഹം കഴിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 35-36 വയസ്സ് വരെ അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി അദ്ദേഹത്തിന് ലഭിച്ചില്ല. അങ്ങനെ 37 വയസ്സിലേക്ക് കടന്നപ്പോഴാണ് UK നിന്ന് പെട്ടെന്നൊരു ഇതേപോലെയുള്ള ഒരു മാരേജ് പ്രപ്പോസൽ വന്നത്. ഈ പെൺകുട്ടി നാട്ടിൽ ചെന്നു, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടു, വീട്ടുകാർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ഒരു വിവാഹം പെട്ടെന്ന് തന്നെ നടന്നു. അതായത് ഒരു 6 മാസത്തിനുള്ളിൽ ഈ ഒരു വിവാഹം നടന്നു. ഈ ഒരു പയ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പാവം പിടിച്ച ഒരു മനുഷ്യനാണ്. വലിയ ആൾക്കാരുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. ആൾക്കാരുമായിട്ട് വലിയ പെൺകുട്ടികളുമായിട്ട് അങ്ങനെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ മിണ്ടുവോ അല്ലെങ്കിൽ അതേപോലെ തന്നെ കൂടുതൽ സംസാരിക്കുകയോ ഒന്നുമില്ലാത്ത ഒരു പാവം പിടിച്ച ഒരു പയ്യൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വിവാഹം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടിയത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു പ്രപ്പോസൽ വരികയും പെട്ടെന്ന് തന്നെ ഈ ഒരു വിവാഹത്തിലേക്ക് ചെന്ന് എത്തുകയും ചെയ്തത്.
ചെയ്ത്. ഈ വിവാഹമൊക്കെ കഴിഞ്ഞ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ബിസിനസ് നാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് പെട്ടെന്ന് അദ്ദേഹത്തിന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. വേറൊരു പാർട്ട്ണറുണ്ട്, രണ്ടുപേരും കൂടിയാണ് ഈ ഒരു ബിസിനസ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ UK തിരിച്ചു പോന്നു. കാരണം അദ്ദേഹത്തിന് ഡിപ്പെൻഡൻറ്റ് വിസയിൽ വേണമെന്നുണ്ടെങ്കിൽ UK വരാം, പക്ഷേ 6 മാസം കഴിഞ്ഞ് UK വരാമെന്നുള്ള ആ ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ പുള്ളിക്കാരന് ഡിപ്പെൻഡൻറ്റ് വിസയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറെ ഏൽപ്പിച്ചുകൊണ്ട് UK എത്തി. ഇപ്പോൾ UK എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങളുണ്ടാവുന്നത്. അതായത് അദ്ദേഹത്തിന് ഇതേപോലെയുള്ള യാതൊരു കള്ളക്കളികളുമില്ല, നേരെ വാ എന്നുള്ളൊരു പയ്യനായിരുന്നു. തൻ്റെ ഭാര്യയോടൊപ്പം ഇവിടെ വന്ന് സുഖമായിട്ട് ജീവിക്കാനായിട്ട് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ജോലി കണ്ടുപിടിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, എവിടെയെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജോലി ലഭിക്കും. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഭാര്യയോടൊപ്പം ജീവിക്കാമെന്നുള്ള ആ ഒരു കണക്കൂട്ടിലാണ് പുള്ളിക്കാരൻ UK എത്തുന്നത്. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ UK സിറ്റുവേഷൻ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞ ആൾക്കാർ അദ്ദേഹം എയർപോർട്ടിൽ വന്നപ്പോൾ ആരെ തന്നെ കണ്ടില്ല. അദ്ദേഹം അഡ്രസ്സ് തേടിപ്പിടിച്ചാണ് ഈ ഒരു വീട്ടിലേക്ക് വന്നത്. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമുണ്ട്, അത് വേറൊരു പയ്യനും ഇതുപോലെ കൊണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പയ്യനതൊന്നും മനസ്സിലായില്ല. ഇവിടെ വന്ന് ഒരാഴ്ചയൊക്കെ താമസിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ തമ്മിൽ യാതൊരു വിവാഹം കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഇവർ തമ്മിൽ മിണ്ടാട്ടം പോലും വളരെയധികം കുറവാണ്. കാരണം ഈ ഒരു ഭാര്യയ്ക്ക്, അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയാണ്, ആ സ്വന്തം ഭാര്യയെ പുതുതായിട്ട് ഒരു രാജ്യത്തേക്ക് വന്നു. ഈ ഒരു രാജ്യവുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല, ആദ്യമായിട്ടാണ് UK വരുന്നത്. അപ്പോൾ ഇവിടവുമായിട്ട് യാതൊരു പരിചയമില്ലാത്ത ഒരു രാജ്യത്തേക്ക് വന്ന് തൻ്റെ സ്വന്തം ഹസ്ബൻഡിനെ ആ ഒരു രീതിയിൽ കാണാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. കാരണം ഇദ്ദേഹത്തോട് മിണ്ടാട്ടം പോലും വളരെയധികം കുറവാണ്. ആ ഒരു പ്രതീക്ഷയിലായിരുന്നില്ല ഈ ഒരു പയ്യൻ UK എത്തിച്ചേരാം. അപ്പോൾ ഇവിടെ വന്ന് കണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ തകർത്ത് കളഞ്ഞു. കാരണം ഇതേവരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു മറ്റൊരു പയ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. ഇവർ തമ്മിൽ ഇവിടെ താമസിക്കുകയാണ്, അവരൊരു ജീവിതം അടിച്ചു പൊളിച്ചുകൊണ്ട് പോകുന്ന അതിലേക്കാണ് ഇദ്ദേഹം കരുവായിട്ട് വരുന്നത്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു 2-3 ആഴ്ച ആയപ്പോഴേക്കും കഥകളൊക്കെ ഇദ്ദേഹത്തിന് കുറച്ച് മനസ്സിലായി. അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് ഇദ്ദേഹത്തിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കഥകൾ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിനെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ഈ ഒരു പയ്യനും ഇവരുമായിട്ട് വർഷങ്ങളായിട്ട് പ്രണയത്തിലായിരുന്നു. അപ്പോൾ ഈ ഒരു കല്യാണം അവരുടെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ആ ഒരു വീട്ടുകാരെ കൺവിൻസ് ചെയ്യാനായിട്ടാണ് നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹത്തിന് ഞാൻ എഗ്രി ചെയ്തത്. നിങ്ങളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവരെ ഒന്ന് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. അദ്ദേഹത്തിന് അപ്പോൾ തന്നെ മനസ്സിലായത് ഒരു വലിയ കുരുക്കിലേക്കാണ് അദ്ദേഹം വന്ന് എത്തപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ അവരുടെ വീടെന്ന് പറഞ്ഞാൽ പാവം പിടിച്ച ഒരാളുടെ വീടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ കൃഷിക്കാരന്, അതേപോലെ തന്നെ 2 പെൺകുട്ടികളാണ്. ആ ഒരു ഫാമിലി കഴിഞ്ഞു പോയത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ആ ഒരു വരുമാനം കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു തിരിച്ചറിവുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ വന്നിട്ട് അവരെ സ്വന്തം ഭാര്യയെ കൺവിൻസ് ചെയ്യാനായിട്ട് അദ്ദേഹം മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ 8ക്ക് 7 കൊടുക്കുന്നില്ല. കാരണം അവരുടെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോയ് ഫ്രണ്ടാണ്. അവർ തമ്മിലാണ് എല്ലായിടത്തും വെളിയിൽ പോകുന്നതും അവർ തമ്മിലാണ് ഷോപ്പിങ്ങിന് പോകുന്നതും എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ പയ്യൻ വേറെയാണ് താമസിക്കുന്നത്. പക്ഷെങ്കിൽ ഈ ഒരേ വീട്ടിൽ താമസിക്കുമ്പോൾ പോലും ഈ സ്വന്തം ഭാര്യ ഈ ഒരു ഭർത്താവിനോട് സംസാരിക്കാതെ പോലുമാണ് ഇരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ഇദ്ദേഹത്തിനെ വെറുപ്പാണ്. കാരണം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ബോയ് ഫ്രണ്ടാണ് അവരുടെ ഹസ്ബൻഡായിട്ട് അവർ കാണുന്നത്. അപ്പോൾ ഈ ഇദ്ദേഹത്തോട് അദ്ദേഹം മിണ്ടോ ഇല്ല. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ഒരാളിനെ കരുവാക്കിക്കൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഒരു വിവാഹം കഴിക്കാനായിട്ട് ഇതിനിപ്പോൾ ആണായാലും പെണ്ണായാലും അങ്ങനെ നമ്മളെ ചതിക്കാനായിട്ട് പാടില്ല. അദ്ദേഹം 1.5 മാസം കഷ്ടിച്ച് UK നിന്നപ്പോഴേക്കും ഈ കാര്യങ്ങൾ മുഴുവനും വെളിയിൽ വന്ന് ഇവിടുന്ന് തന്നെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അദ്ദേഹം അതേപോലെയൊക്കെ തന്നെ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാനായിട്ട് തയ്യാറായി. 1.5 മാസങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോയി. എന്തായാലും ഭാഗ്യത്തിന് അദ്ദേഹം ആ ഒരു ബിസിനസ്, അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടപ്പ് നിർത്തിയില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിരുന്നു റൺ ചെയ്തുകൊണ്ട് പോയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ജോലി ചെയ്യാനായിട്ട് സാധിച്ചു. എന്തുവരും അദ്ദേഹം ഇപ്പോഴും നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്ന, നിങ്ങൾക്ക് ജോലിയുള്ള ഒരാളാണ്, നിങ്ങൾക്ക് നാട്ടിലൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ പേരൻസിന് അതിന് സമ്മതിക്കുന്നില്ല എങ്കിൽ അവരെ കൺവിൻസ് ചെയ്യുക. നമ്മൾ അവരെ തന്നെ വിവാഹം ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. അങ്ങനെ വരുന്നവർ പോലും വേറെ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ധാരാളം കഥകൾ നമ്മൾ ഇപ്പോഴേ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ വേറെ ഇതേപോലെയുള്ള ഒരാളിനെ അത്
അവരുടെ ജീവിതം കൂടി നശിപ്പിക്കാനായിട്ട് ഒരു കാരണവശാലും മുതിരരുത്. എന്തായാലും അദ്ദേഹത്തിന് ഡിവോഴ്സ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായതുകൊണ്ടും ഈ പെൺകുട്ടി ഒരു കാരണവശാലും അതിനെ എതിര് നിൽക്കാത്തത് കൊണ്ടും അദ്ദേഹത്തിന് ഡിവോഴ്സ് കിട്ടും. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ ഒരു എരുതിയിൽ വീണ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാളെ ഇനിയിപ്പം മറ്റൊരു വിവാഹത്തിലേക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഒരു 1.5 മാസമാണ് UK വന്ന് ഈ കാഴ്ചകൾ കണ്ടതെങ്കിലും അദ്ദേഹത്തിന് ഇനിയിപ്പോൾ അടുത്തൊരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഈ ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയിലായിരിക്കും അദ്ദേഹം വീണ്ടും അവരെ കാണാനായിട്ട് പോകുന്നത്. ഇതേപോലെയുള്ള ഒരു വിദേശ രാജ്യത്ത് നല്ല ജോലി ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിവാഹത്തിലേക്ക് തന്നെ നിങ്ങൾ പോവുക. അതിനുശേഷം നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ ഇതേപോലെ വേറൊരാളെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരെ ഒരു കാരണവശാലും അവരുടെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾ മുതിരരുത്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.